ഇനി തൃശ്ശൂരിൽ അവിടെ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 85 ഉയർന്നു. സെയിൻ എന്ന ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചവർക്കാണ് വയറിളക്കവും ഛർദിയും ഒക്കെ ഉണ്ടായത്. ലിഷോയി വിവരങ്ങൾ നൽകും. അതില് 6 മണിക്ക് ശേഷം ആണ് കുറച്ച് പേര് ഇങ്ങനെ പാർസല് കൊണ്ടുപോയത്. ഹോട്ടലുകാർ പറയുന്നത് ലിഷോയ്, ഇവർ ഈ ചികിത്സ തേടിയവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? എന്തെങ്കിലും നടപടികൾ ഈ സ്ഥാപനത്തിനെതിരെ വന്നിട്ടുണ്ടോ? ഈ സ്ഥാപനം നിലവിൽ പൂട്ടിച്ചിരിക്കുകയാണ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിൽ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിരുന്നു. ഈ നിലവിൽ ഇന്നലെയാണ് ഈ സംഭവം ആദ്യമായി ഉണ്ടാകുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഭക്ഷണം ഇവിടെ നിന്ന് കഴിച്ചവർക്കാണ് കൂടുതലായും ശാരീരിക അസ്വസ്ഥതകൾ, വയറിളക്കവും ഛർദിയും ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഇത് ദേശീയപാതയോരത്ത് തന്നെയുള്ള ഒരു ഹോട്ടലാണ്. അതുകൊണ്ട് പാലക്കാട് ജില്ലയിൽ നിന്നുൾപ്പെടെയുള്ള, അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് നിലവിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20 ആയിരുന്നു, പിന്നീട് 85 ആയി. ശരി, ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.